ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. നിലമ്പൂരിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഗുരുതരമായ അനാസ്ഥയാണ് നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. അനന്തുവിന്റെ വീട്ടിലെത്തി ബന്ധുക്കളെ ആശ്വസിപ്പിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പന്നികളെ പിടികൂടാൻ സമാന പ്രവൃത്തി നേരത്തെയും നടത്തിയത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് നാട്ടുകാർ പരാതി പറയുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഒരു അന്വേഷണം നടത്താൻ പോലും ഇലക്ട്രിസിറ്റി അധികൃതർ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരം പ്രവൃത്തികൾ പിടികൂടാൻ പോലീസിനും വനം വകുപ്പിനും ഇലക്ട്രിസിറ്റി വകുപ്പിനും മാത്രമാണ് അധികാരമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ പ്രസ്താവനയിലും വി.ഡി. സതീശൻ പ്രതികരിച്ചു. ഗുരുതരമായ അനാസ്ഥയാണ്, കാരണം വളരെ കൃത്യമാണ് അനാസ്ഥയാണെന്നുള്ളത്. ഇവിടെ ഇതിനു മുമ്പ് തന്നെ ഈ പരിക്കേറ്റ ഷാനുവിൻ്റെ അമ്മ തന്നെ പറഞ്ഞല്ലോ, അവർ പരാതി കൊടുത്തിട്ടുണ്ട്. പലപ്പോഴും ഇങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ കെണി വെച്ച് ഇലക്ട്രിക് ലൈൻ കിടക്കുന്നത് കണ്ട് പരാതി ഒന്ന് അന്വേഷിച്ച പോലും ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ആരും വന്നിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? പഞ്ചായത്ത് ഇത് പിടിക്കാൻ പറ്റുമോ? അനധികൃതമായി ചെയ്യുന്നതിന് പിടിക്കാനുള്ള അധികാരം പഞ്ചായത്തിനൊന്നുമില്ല. ചെയ്യേണ്ടത് ഒന്നുകിൽ പോലീസ്, അല്ലെങ്കിൽ ഫോറസ്റ്റ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡ്. ഈ മൂന്ന് ഏജൻസിക്ക് ഇതിനകത്ത് അധികാരമുള്ളൂ ഇത് മാറ്റാനും അവർക്കെതിരായി നടപടിയെടുക്കാൻ. ഈ മൂന്ന് ഏജൻസികളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അനാസ്ഥയാണ്. ഇലക്ട്രിസിറ്റി ബോർഡിന് പരാതി കൂടി കൊടുത്താണ്. എന്നിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഒരാൾ അന്വേഷിച്ചു പോലും വന്നിട്ടില്ല. ഒരു കുഞ്ഞിൻ്റെ ജീവനല്ലേ പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മഹാഭാഗ്യം കൊണ്ടല്ലേ 5 പേര് പോയേനെന്നാണ് രക്ഷപ്പെടുത്തിയ ആൾ. അതിൽ നിന്ന് 2 പേര് ഓടിച്ചെന്ന് പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം ചെന്ന് ഫ്യൂസ് ഊരി ചെന്നത്. മറിച്ച് അവരും കൂടി വീണിരുന്നെങ്കിൽ 5 പേരും അവിടെ വീണ് പോയേനെ. 5 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ടു തന്നെ. 5 പേരുടെ ആലോചിച്ച് നോക്കി, ഒരു കുഞ്ഞിൻ്റെ ജീവൻ പോയി. അപ്പോൾ അത് ഗുരുതരമായ അനാസ്ഥയാണ്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് തെറ്റുകാർക്കെതിരായി നടപടിയെടുക്കണം. മാത്രമല്ല, ഇവരിവിടെ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള അല്ലാത്ത ആളുകളെല്ലാം പ്രളയത്തിനെ തുടർന്ന് മാറ്റി താമസിപ്പിച്ചാണ്. ഈ 5 കുടുംബത്തെ കൂടി മാറ്റി വേറെ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുന്ന കാര്യം കൂടി ഗൗരവമായി ആലോചിക്കണം. ഈ കുടുംബത്തിനും പരിക്കുപറ്റിയവർക്കും അവർക്കും ആവശ്യമായ നഷ്ടപരിഹാരം, അല്ലാതെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, നഷ്ടപരിഹാരം കൂടി ഗവൺമെൻറ് കൊടുക്കണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ആവശ്യമില്ലാത്ത വർത്തമാനം പറച്ചിലും നിർത്തണം. ഇന്നിപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. ഇന്നലെ എന്തൊക്കെയാണ് പറഞ്ഞത്? മന്ത്രി ഒ.ആർ.കെയോട് പറഞ്ഞത് ഇനി രാഷ്ട്രീയമായി മുന്നോട്ടാണ്, അതേ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് UDF സ്വീകരിക്കുന്നത്, കോൺഗ്രസ് സ്വീകരിക്കുന്നെങ്കിൽ രാഷ്ട്രീയമായി തന്നെ CPM മറുപടി പറയും, അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. ഇവർക്കൊക്കെ എന്താ ഒരു ഉദ്ദേശിച്ചത്? എന്ത് രാഷ്ട്രീയം പറഞ്ഞത്? ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ലേ? നിങ്ങൾ ഈ ക്യാമറയും ഈ മൈക്കും പിടിച്ചോണ്ട് അല്ലാതെ നിങ്ങളുടെ നാട്ടിലാണ് സംഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോവില്ലേ? ഞാൻ പോവും, ഞാനുണ്ടെങ്കിൽ പോവും. അത് സ്വാഭാവികമായ പ്രതിഷേധമാണ്. അതിൽ നമ്മുടെ രോഷം ഉണ്ടാവും, നമ്മുടെ പ്രതിഷേധം ഉണ്ടാവും, നമ്മുടെ സങ്കടം ഉണ്ടാവും, നമ്മുടെ ദുഃഖം ഉണ്ടാവും. ഭരണകൂടത്തോടും ബന്ധപ്പെട്ട ആളുകളോടുള്ള നമ്മുടെ ഒരു ദേഷ്യം ഉണ്ടാവും. ആളുകൾ പ്രതിഷേധിക്കും. കേരളത്തിൽ എവിടെയാണ് അത്തരം പ്രതിഷേധം നടക്കാത്തത്? സ്വാഭാവികമായ പ്രതിഷേധം. അതിനാണ് ഗൂഢാലോചന നടത്തി, നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. രാവിലെ ഫെൻസിങ് ഉണ്ടായില്ല, വൈകുന്നേരം ഫെൻസിങ് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങളെല്ലാം കൂടി ഗൂഢാലോചന നടത്തി കൊച്ചിനെ കൊല്ലാൻ വേണ്ടി പന്നിക്കിണി ഒരുക്കി വെച്ചെന്നാണ്. അതല്ലേ ഇന്നലെ മന്ത്രി പറഞ്ഞത്? എന്ത് വൃത്തികേടാണ് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വന്നത്? ഇന്നിപ്പോൾ പിൻവലിച്ചു, ഇന്നലെ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് പറയണത്. അപ്പം നിങ്ങൾ തന്നെ പോയി നിങ്ങളുടെ ലൈബ്രറി നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞതും ഉണ്ടാവും, ഇന്ന് പറഞ്ഞതും ഉണ്ടാവും. മാറ്റി പറഞ്ഞാൽ നന്നായി, അത്രേ കൊള്ളാം. ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ്, എടവണ്ണ. സാറ ഗോൾഡൻ ഡയമണ്ട്, സിംഗപ്പൂർ, രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ്. ഹിബ ഗോൾഡൻ ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ്, സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ്, എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ.